വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒന്നും പറയേണ്ട, വർഷത്തിന് ശേഷം ഞാൻ പാർക്കിങ്ങിൽ നിന്ന് കാർ എടുത്തതാണ്. നേരത്തെ കുളിച്ചു ഗൈസ്, ബട്ട് ഇറ്റ് വാസ് നൈസ്. ഇറ്റ് ഫെൽറ്റ് വെരി നൈസ്. ഞാൻ എൻ്റെ ഡ്രൈവിംഗ് സ്കിൽസ് മറന്നിട്ടില്ല എന്ന് ഓർക്കുന്നു, പക്ഷെ ഐ എം നോട്ട് പെർഫെക്റ്റ്. കാരണം എന്തൊരു സ്കില്ലാണെങ്കിലും നമ്മൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. ബട്ട് ഇറ്റ് ഫെൽറ്റ് ഗുഡ് ദാറ്റ് ഐ ഡിഡ് ഇറ്റ് ഫൈനലി, കുറേ നാളുകൾക്ക് ശേഷം. പക്ഷെ എന്നാലും ഞാൻ ഓടിക്കുന്നില്ല, ഞാൻ ജസ്റ്റ് പാർക്കിങ്ങിൽ നിന്ന് ഇറങ്ങി മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ പാസഞ്ചർ പ്രിൻസസിലോട്ട് മാറാം. ഓക്കെ, ബൈ. എനിക്കിതിനകത്ത് ജയലക്ഷ്മിയുടെ ആണ് പുതിയ ഷോപ്സ് വന്നേക്കണ. ഒരു പ്രൊജക്ടർ ലൈറ്റ് ഒക്കെ വെച്ചേക്കണേ. Guys, the guess was correct. It's the new Jayalakshmi. Our first stop today is നമ്മുടെ അഡിഡാസിൻ്റെ ഔട്ട്ലെറ്റിലാണ് വന്നത്. റോഹൻ ഒരു ജോഗേഴ്സ് ഒരു ഷൂ നോക്കണമെന്നുണ്ട്, അപ്പോൾ നമ്മൾ ഇവിടെയും നോക്കണം, പിന്നെ ചിലപ്പോൾ മാക്സിലും പോവും. എന്നെക്കൊണ്ട് ഇതൊക്കെ ട്രൈ ചെയ്യിച്ചു. ഇത് ആക്ച്വലി ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഇതൊക്കെ ദിസ് വൺ വാസ് നൈസ്, ബട്ട് ഇറ്റ് ഡസന്റ് ഫിറ്റ്. ചാൻസ് ഇല്ല. ഔട്ട്ലെറ്റിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സൈസ് ഉണ്ടാവില്ല, പക്ഷെ ഇത് ദിസ് ഫിറ്റഡ് മീ. ഇത് കൊള്ളായിരുന്നു, നമുക്ക് നോക്കാം. എനിക്ക് പക്ഷെ എന്താണെന്നോ എടുക്കാനൊരിത്, എനിക്ക് 2 ഒറിജിനൽസിൻ്റെ ടീഷർട്ട് ഉണ്ട്, അത് വല്ലപ്പോഴും ഇടാറുള്ളൂ. സോ എനിക്ക് ദുഃഖമാണ് മേടിച്ചിട്ട് പിന്നെ ഇട്ടില്ലെങ്കിൽ ഇറ്റ്സ് സച്ച് എ വേസ്റ്റ് ഓഫ് മണി. ഇതിപ്പോൾ ഓരോ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷുഡ് ഐ മേക്കപ്പ് മൈ മൈൻഡ്? കാരണം 50% ഓഫ് ഉണ്ട്. സൈസ് വാസ് ദ ഇഷ്യൂ. ഇത് മാത്രം ഫിറ്റ് ആയത്. പിന്നെയുള്ളത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി, പക്ഷേ ഇറ്റ് ഡസൻറ്റ് ഫിറ്റ് മീ. ഇത് വേറൊരു മെറ്റീരിയലാണ്, ഒരു എന്തെങ്കിലും മെറ്റീരിയൽ. മറ്റേ ദിസ് വൺ ഇസ് കോട്ടൺ, ഇറ്റ്സ് കംഫർട്ടബിൾ. ഇതൊരു സാറ്റൻ പോളിയസ്റ്റർ കൈൻഡ് ഓഫ് സ്റ്റഫ്. പക്ഷെ കാണാൻ നല്ല ഭംഗിയില്ല കേട്ടോ, ഫുൾ സ്ലീവ്. പക്ഷെ ഇതാ കംഫർട്ടബിൾ. ഇത് ഓഫീസിൽ ഇടാൻ പറ്റുമെന്ന് തോന്നുന്നു. കുറച്ച് പേര് കാണാം. പക്ഷെ ഒരു ഹൈ വൈസ് പിള്ളേരെ നോക്കിയാലോ അല്ലേ, കിഡ്സ് സെക്ഷൻ. പിള്ളേരെ ഷൂ ഇസ് ഇറ്റ് വർത്ത് ദ മണി? 1500 അല്ലേ ഉള്ളൂ ടീഷർട്ടിലൂടെ. എന്നില്ല 2 ഉണ്ട് ബേബി നോക്കണ്ടേ. എന്നിട്ട് 8 എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? റിയാക്ഷൻ ഗൈസ്? ഇറ്റ്സ് ഗ്രോയിങ് ഓൺ മീ, ഇറ്റ്സ് ലിറ്ററലി ഗ്രോയിങ് ഓൺ മീ. ഇതാണ് എനിക്ക് ഇട്ടോണ്ടിരുന്ന ഇഷ്ടമാണ്. കൊള്ളാല്ലേ? നല്ല കട്ടി തുണിയല്ലേ, നല്ല തുണിയാണ്. പക്ഷെ ഇച്ചിരി ലൂസാണ് കൈ. എന്റെ സൈസ് അല്ല.
ഉറപ്പാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു ബേബി. ഓക്കെ, മേ ബി ഈ ജീൻസിന്റെ ഒപ്പം ഇത് പോയില്ല. This is like a 70s straight. Okay, are you sure? എനിക്ക് ഇഷ്ടപ്പെട്ടു actually. ഇതിനൊപ്പം പോവല്ല so good. ഇതിനൊപ്പം so good too. ബേബി കൂടി എടുക്കണം പ്ലീസ്. ബേബി ഒരു ടീഷർട്ട് ഉറപ്പാണ്. ഇഷ്ടപ്പെട്ടില്ല. ബേബിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇത് ഓഫീസിൽ ഇടാൻ പറ്റില്ല, പുറത്ത് ഇടാവോ? എന്നാ ഓക്കെ വാ. Okay guys, since this boy is convincing me. ഈ ജീൻസിന്റെ പടിയുണ്ട്. ആണോ? ഈ ജീൻസിന്റെ ഒപ്പം കൊള്ളാവോ? എന്നെല്ലാം ഓക്കെന്നല്ലേ വിളിച്ചു. ശരി ബേബിയല്ല, ശരിയെന്നാ ബേബി അല്ലേ കൺവിൻസിങ് കിങ്. ആ ശരിയാ, സൈസ് ഇസ് ദി ഓൺലി പ്രോബ്ലം. സോ ഇത് മേടിച്ചു. നമുക്കിതിന് 30% ഓഫ് ആട്ടോ കിട്ടിയത്. അപ്പം നമുക്ക് ഇതിന് 3000 രൂപയായിരുന്നു, നമുക്കിത് 2000 രൂപ കിട്ടി. ചെറിയൊരു വിഷമുണ്ട്, കുഴപ്പമില്ല. പണിയെടുത്ത് ഇനി അത് നികത്തണം. ഓക്സിഡൈസ്ഡ് ആണ്. 120. ഇല്ല കളർ പോയില്ല, ഇങ്ങനെ തന്നെ ഇരിക്കും. ആന്റിക് ഇതേ കഴുത്തിലിടണത്. എനിക്ക് പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വിജയതള്ളിട്ടിച്ച് അതിനേക്കാളും നീ ഇത് ബ്രേസ്ലെറ്റ് ഉള്ളല്ലോ. നൈസായിട്ട്. ഓക്കെ, ഇപ്പുറത്തെ കയ്യിലിട്ടോക്ക് സൈഡ്സേ. ആ ഇതൊരു ആന്റിക് പോലത്തെ കളറല്ലേ, ഇത് കൊള്ളാലോ. ഇങ്ങനെ തന്നെ ഇരിക്കുന്നതാണ് ആ ചേട്ടൻ പറയുന്നത്. ആന്റിക് ലൈക്ക് ഓക്സിഡൈസ്ഡ് പോലത്തെ. സൈഡ് ഓക്സിഡൈസ് എന്ന് പറഞ്ഞാൽ സിൽവർ തന്നെ കുറച്ച് ബ്ലാക്ക് കയറിയേക്കണല്ലോ. ബാക്കിലോട്ട് ഇട്ട് ടൈറ്റ് ചെയ്ത് ലൈക്ക് മറ്റേ തളയൊക്കെ ഇതുപോലെ. തളന്നല്ല, കൊള്ളാം. ഗൈസ്, വി ആർ ഇൻ ഫോർട്ട് കൊച്ചി ബീച്ച്. നമ്മൾ ഇവിടെ ബ്രേസ്ലെറ്റ്സ് ഒക്കെ കിട്ടും, അപ്പോൾ അത് നോക്കാൻ വന്നിയാ. ഇതെത്ര 120 അല്ലേ? ഗേൾസിനൊക്കെ ഇത് ഹെവനായിരിക്കും. പക്ഷെ ഞാൻ ഓർണമെന്റ്സ് യൂസ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് പറ്റില്ല ഗൈസ്. ഐ ഹാവ് അലർജി ഫോർ എവറിത്തിങ്. കഴുത്തിലിടണ വേണ്ട, എന്നിട്ട് ബേബി ഇടുവോ? എവിടെയാണ് കഴുത്തിലിട്ട് കാണിച്ച്? ഓ മൈ ഗോഡ്. പിന്നെ അച്ചൊക്കെ ഉണ്ടല്ലോ, മൊത്തം ഒരു കുന്ന് സാധനങ്ങളുണ്ട്. ഹായ്, നൈസ്. ഇത് കൊള്ളാം. ഗൈസ്, ഇതാണ് നമ്മൾ വന്ന കട കേട്ടോ. ഇഷ്ടായില്ലേ? സെറ്റല്ലേ? ആ, ഇവിടെ നിന്നായിരിക്കും ശരിക്കും. ഇവിടെ നിന്നായിരിക്കും. കാറ് വാഷ് ചെയ്യാൻ വന്നത്. അപ്പം വെയിറ്റ് ചെയ്യണ സമയത്ത് ഇവിടെ ഒരു തട്ടുകട സെറ്റപ്പിലുള്ളൊരു ചായക്കട, അങ്ങനെയാണ് പറയണ്ടേ. സോ ഞാനൊരു കോൾഡ് ബൂസ്റ്റ്, റോഹനൊരു ഹോട്ട് ബൂസ്റ്റ്, പിന്നെ ദേ സവാള വട എന്നുള്ള സവാള വച്ച അങ്ങനെയല്ലേ പറയണേ? ചൂടാന്ന് തോന്നല്ലേ? ചൂടില്ലേ? ഇവിടെ നല്ല ചൂട് ദോശ ചൂടുണ്ടപ്പോ റോഹിന് വേണമെന്ന് പറഞ്ഞു. ഇത് ദോശ മേടിച്ചിട്ട് ബീഫാ, പിന്നെ ദോശയും ബീഫിന്റെ ഗ്രേവിയുമാ.
What a combination. Only in Kerala, guys. Only in Kerala. കൊള്ളാട്ടോ എല്ലാം കൊള്ളം. ഓൾമോസ്റ്റ് കൊള്ളം. ഇത് നമ്മുടെ BOT ബ്രിഡ്ജ് ഇറങ്ങിയിട്ട് പള്ളുരുത്തി എടക്കൊച്ചിലോടൊക്കെ പോണ വഴിയിൽ തന്നെ ഉള്ളതാ ഗൾഫി ജ്യൂസ് ഷോപ്പ് എന്നാണ്. ആൻഡ് ഇവരിവിടെ എഴുതി വെച്ചേക്കുന്നത് എനിക്ക് ഭയങ്കര ക്യാച്ച് ചെയ്യാറുണ്ടല്ലേ. കൊച്ചിയിൽ ഇനി പട്ടിണി മരണം ഇല്ല. എന്താണ് 80 rupeesന് നെയ്ച്ചോറും ചിക്കൻ ഫ്രൈയും കൊള്ളാല്ലേ. അടിപൊളി ദോശയാണ് എന്തായാലും ട്രൈ. സച്ച് എ നൈസ് എക്സ്പീരിയൻസ്. റോട്ടിലിരുന്ന് നല്ല അടിപൊളി തട്ടുകട ഫുഡ് വൈബ് അല്ലേ. നല്ല ചൂട് ദോശ, ബീഫിന്റെ രോഹൻ അവിടെ ഉണ്ടാക്കുന്ന കണ്ടപ്പോൾ തന്നെ ഹി വാണ്ടഡ് ഇറ്റ് സോ ബാഡ്. നല്ല ദോശയല്ലേ, നല്ല ദോശ കൊള്ളാം എന്തായാലും. Hi. Hi. How was our ചായക്കട date? അടിപൊളി. Super. ഇതാട്ടോ നമ്മൾ കാർ കഴുകാൻ വരുന്ന സ്ഥലം. ഇവിടെ ഒരു ചെറിയ ലൗഞ്ചൊക്കെ ഉണ്ട്. ഇപ്പൊ അവിടെ ആൾക്കാരുണ്ട്. നമ്മളുടെ വീട്ടിലെത്തിട്ടോ ഗൈസ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒരു ചെറിയ വീഡിയോ. ഐ ഹാവ് ദിസ് പ്രോബ്ലം. എനിക്ക് എന്തെങ്കിലും എക്സ്പെൻസീവ് എനിക്ക് വേണ്ടി പേഴ്സണലി മേടിച്ചു എനിക്ക് ഭയങ്കര റിഗ്രറ്റ്, എന്നാൽ ഭയങ്കര കുറ്റബോധമായിട്ട് അതിനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. ഞാൻ കുറേ നേരം ഇങ്ങനെ ഇരിക്കും, എന്തിനു ഞാൻ ഇതെന്നോട് ചെയ്തു. മീൻസ് ഇപ്പോൾ ഐ ഡോണ്ട് കെയർ ബൈയിങ് സ്റ്റഫ് ഫോർ മൈ ലവ്ഡ് വൺസ്. എനിക്കിഷ്ടമില്ല. ഇപ്പോൾ റോഹനാണെങ്കിലും മമ്മിക്കാണെങ്കിലും അച്ഛനാണെങ്കിലും അവർക്ക് വേണ്ടി എത്ര പൈസ മുടക്കിയാലും എനിക്ക് സന്തോഷമാണ്. റോഹന് ആക്ച്വലി ഇത് ഭയങ്കര ഇഷ്ടമായിട്ടോ. കാടയാണോ അങ്ങനെ എന്തോ ഹിന്ദി പറയണം. ദേ ഇത് നോക്ക്, ഇതെന്താന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഒരിക്കലും ഗസ് ചെയ്യാൻ പറ്റില്ല. ആക്ച്വലി ഇതൊരു ആക്സസറി ആയിട്ട് നിങ്ങൾക്ക് തോന്നാം, പക്ഷെ ഇത് നമ്മൾ വർക്ക്ഷോപ്പിൽ നിന്ന് ഒപ്പിച്ച സാധനമാണ് അല്ലേ. സ്പെയർ പാർട്സ്. സോറി ഗൈസ്. സ്പ്ലെൻഡർ ബൈക്കിന്റെ എന്ത് സാധനം ടൈമിങ് ചെയിൻ അല്ലേ. ഇതപ്പോ റോഹനൊരു എന്ത് ബെൽറ്റ് ഇങ്ങനെ പറയണേ, വേസ്റ്റ് ചെയിനാ, വാലറ്റ് ചെയിൻ അല്ലേ. അതെ, വാലറ്റിനായിട്ട് കണക്ട് ചെയ്ത് വാലറ്റിൽ പൂമാടെ വാലറ്റിൽ ഊട്ടി ഉണ്ടാക്കി അതിൽ കണക്ട് ചെയ്തിട്ടേക്കണയാ. യു ആർ സോ നൈസ്. യു ഹാവ് ഗോട്ട് എ നൈസ് ഫാഷൻ. നൈസ്, അടിപൊളി സാധനം അല്ലേ, കൊള്ളാം, നന്നായിട്ടോട്ടാ. മൈ ഭർത്താവ് വന്നു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടെന്ന് വെച്ചാൽ ആക്ച്വലി ഇപ്പോൾ സെയിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ലുലുത്തൊക്കെ സെയിലിൽ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ലാഭമല്ല. ഇത് ആക്ച്വലി സെയിലാണ്, പക്ഷെ എന്നാലും ഞാനൊരു 50% ഓഫ് എങ്കിലും പ്രതീക്ഷിച്ചായിരുന്നു. പിന്നെ എനിക്കങ്ങനെ മേടിക്കണം എന്നുണ്ടായിരുന്നില്ല. ചില സമയത്ത് ഐ ഫീൽ ലൈക്ക് ഐ വോണ്ട് ടു ബൈ. ടുഡേ ഐ ഡിഡ്ന്റ് ഫീൽ ലൈക്ക്. സോ ഇറ്റ് എഫക്റ്റഡ് മീ. ഞാൻ കുറേ നേരം ഇങ്ങനെ മന്ദിച്ചിരിക്കണമായിരുന്നു. നല്ല സ്വഭാവമാണെന്ന് എനിക്ക് അറിയില്ല ഗൈസ്. ആരോഹൻ പറയുന്നത് ഭയങ്കര മോശ സ്വഭാവമെന്നാ, പക്ഷെ കുറച്ചുള്ളത് നല്ലതാ. നമ്മൾ ഓവർ ബോർഡ് പോവാതിരിക്കാൻ വേണ്ടി. പക്ഷെ ഓവർ ആയാലും നമ്മളിങ്ങനെ കയ്യിൽ പൈസ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നിട്ടും കാര്യമില്ലല്ലോ. ഞാനിപ്പോൾ ഇവർക്കൊക്കെ മേടിച്ചു കൊടുക്കാൻ എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് വേണ്ടി ഞാൻ അങ്ങനെ ചിലവാക്കാറില്ല. ഐ ഫീൽ വെരി ബാഡ്. ഐ ഡോണ്ട് നോ വൈ, ബട്ട് ദിസ് ഇസ് മീ ഗൈസ്. അപ്പം നിങ്ങൾ എന്നെ പോലെയാണെന്ന് പറയണം കേട്ടോ. ഐ ആക്ച്വലി ഡോണ്ട് നോ വെദർ ഐ ഷുഡ് ചേഞ്ച് ദിസ് ഓർ നോട്ട്. എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. ഒരു ഇൻബോൺ സ്വഭാവം പോലെയൊക്കെ. എൻ്റെ മമ്മിയൊക്കെ എങ്ങനെയാണ്, മമ്മിയൊന്നും മമ്മിക്ക് വേണ്ടി ഒന്നും മേടിക്കില്ല, ലൈക്ക് നെവർ. ഇപ്പം ഞാൻ എൻ്റെ ഗൂഗിൾ പേ മമ്മിയുടെ മീഷോ എന്നാ മമ്മി കുർത്ത മേടിക്കണം. അപ്പോൾ അതിൽ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനാ പേ ചെയ്യണം. സോ എനിക്ക് ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച്. ഞാൻ മമ്മിനോട് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് പറഞ്ഞാൽ മതി, ഞാൻ ഇവിടെ നിന്ന് പേ ചെയ്തത്. സോ ദിസ് വാസ് ദാറ്റ് വീഡിയോ. ഇറ്റ്സ് എ സ്മോൾ വീഡിയോ. നമ്മളിന്ന് ഫുഡൊന്നും അധികം കഴിക്കാൻ പറ്റില്ല, പക്ഷെ ഇന്ന് കഴിക്കാൻ പോയ ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു തട്ടുകട വൈബല്ലേ, നല്ലതായിരുന്നില്ല. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ലവ്ഡ് വൺസിനായിട്ടൊക്കെ ഇടയ്ക്കൊക്കെ അങ്ങനെ പോവാം. ആൻഡ് ആ കടയിൽ ഉപയോഗിച്ച ഓയിലൊക്കെ നല്ലതായിരുന്നു. നമ്മളവിടെ നിന്നു കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തല്ലോ. അപ്പോൾ അവർ പ്യുവർ ലൈക്ക് അപ്പം ഫ്രഷ് ആയിട്ട് പൊട്ടിച്ച് ആണ് ഓയിലൊക്കെ യൂസ് ചെയ്തത്. എന്ത് സാധനം, സൺറിച്ച അങ്ങനെ എന്തോ പറഞ്ഞോ, നല്ല ഓയിൽ. യെസ്, അപ്പോൾ അതായിരുന്നു നമ്മുടെ വീഡിയോ. അപ്പോൾ ഇനി അടുത്ത ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് ഞാൻ വരികയായിരിക്കും. ഇപ്പം എൻ്റെ മുഖമൊക്കെ ടയർഡായിട്ടിരിക്കുന്നത്, സോറി ഗൈസ്, ഡോണ്ട് മൈൻഡ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഡു കമൻറ്റ് ഗൈസ്, നിങ്ങൾ എന്നെ പോലെയാണോ എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ. പിന്നെ അതൊക്കെ തന്നെ ഗൈസ്. അപ്പോൾ ബൈ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് നമുക്ക് നല്ല സ്പെഷ്യൽ
ബീഫ് ബിരിയാണിയാണ് മമ്മി ഉണ്ടാക്കിയത്. സോ എൻ്റെ മമ്മി അച്ഛനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അവർ പോയി. അപ്പം ഇനി ഞാനും റോഹനും കഴിച്ചാൽ അടിപൊളി ബിരിയാണി കേട്ടോ. സോ അതിൻ്റെ ഒപ്പം റോഹന് എന്തെങ്കിലും ഗ്രേവി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വാവ് ചൈനയിൽ നിന്ന് ഒരു ചിക്കൻ മഞ്ചൂരിയൻ ഓർഡർ ചെയ്തിട്ട് കുറച്ച് ആക്ച്വലി ലീക്കായി. ഞാൻ നോക്കട്ടെ കേട്ടോ. സോ ഇതാണ് ഇപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ചിക്കൻ മഞ്ചൂരിയൻ ആണ്. ഇതായിരുന്നു അവിടെ ബെസ്റ്റ് സെല്ലർ. സോ ഇതാണ് ഇപ്പോൾ നമ്മുടെ ഡിന്നർ. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഡിന്നർ ആയതുകൊണ്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ശരി, ഞാൻ ഇനി പോയി കഴിക്കട്ടെ കേട്ടോ. ബൈ. കയ്യിലെന്താ ബേബി? കയ്യിലെന്താ? Lots of love to all of you. Bye bye.